എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒരു പുതിയ ആഴ്ച നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നു. ദൈവവചനം കേട്ട് ദൈവവചന പ്രകാരം ജീവിതത്തിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ. യേശു അത് പറഞ്ഞു. എൻ്റെ വചനം കേട്ട് അടിസ്ഥാനത്തിൽ പണിയുന്ന മനുഷ്യൻ, ഈ പാറയിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന മനുഷ്യൻ, കാറ്റടിച്ചാലും പേമാരി പെയ്താലും നദികൾ പൊങ്ങിയാലും ഇങ്ങനെയുള്ളവരുടെ ജീവിതം, പണിയപ്പെടുന്ന ജീവിതം ഒരിക്കലും മറിഞ്ഞു വീഴില്ല. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. കർത്താവിൻ്റെ വചനം കേട്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവർ എത്ര വലിയ കാറ്റടിച്ചാലും അത് മറിയില്ല, എത്ര വലിയ മഴ പെയ്താലും അത് തകർന്നു വീഴില്ല, എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും അത് ഒഴുകിപ്പോകില്ല. കാരണം ഇത് ഇളകാത്ത ഒരു പാറയിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. വയനാട്ടിൽ സംഭവിച്ചത്, അവർ വെച്ചിരുന്ന വീടുകളുടെ കീഴെയുള്ള എല്ലാ പാറകളും ആ വലിയ ഒഴുക്കിൽ ഒഴുകിപ്പോയി. ആ പാറകളൊന്നും സ്ഥിരമായിട്ട് ഉള്ള വലിയ പാറകളല്ലായിരുന്നു. എന്നാൽ വലിയൊരു പാറയുണ്ട്, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. ആ പാറ ചെറിയ പാറയല്ല, ആ പാറ എല്ലാ പാറകളെയും കാൾ വലിയ പാറയാണ്. ആ പാറയിൽ അടിസ്ഥാനമിടുന്ന ഒരു വ്യക്തി ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. ഭൂമിയിലുള്ള എല്ലാ പാറകളും സ്ഥാന ചലനം സംഭവിക്കുന്നതാണ്. എന്നാൽ യേശുവാകുന്ന പാറയിൽ പണിയുന്ന ഭവനങ്ങൾക്ക് ഒഴുകിപ്പോകാൻ കഴിയില്ല എന്ന് യേശു ഉറപ്പ് പറഞ്ഞു. കർത്താവിൻ്റെ വചനം, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനം, ഈ തിങ്കളാഴ്ച മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇളകിപ്പോകാതെ, കുലുങ്ങിപ്പോകാതെ, തകർന്നു പോകാൻ വിട്ടുകൊടുക്കാതെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന യേശുവിൻ്റെ വചനമാകുന്ന പാറയിൽ നമുക്ക് അടിസ്ഥാനമിട്ട് പണിയാം. ചേർന്ന് പാടി നമുക്ക് യേശു കർത്താവിനെ ആരാധിക്കാം. മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ ദയാലുവേ
മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 45 മുതൽ ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവനോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അതായത് മഹാപുരോഹിതന്മാരും പരീശന്മാരും കുറേ ആൾക്കാരെ, കുറേ പട്ടാളക്കാരെ യേശുവിനെ പിടിക്കാനായിട്ട് അയച്ചു. എന്നാൽ യേശുവിനെ പിടിക്കാൻ വന്നവർ യേശുവിൻ്റെ പ്രസംഗം കേട്ട് അങ്ങനെ നിന്നുപോയി. അവർ ഡ്യൂട്ടി ടൈമിലാണെന്ന് ഓർക്കണം. അവർ വന്നത് അറസ്റ്റ് ചെയ്യാനാണ്. എന്നാൽ യേശുവിനെ പിടിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് അവർ പറയുകയാണ്. എന്താണ്? 46-ാം വാക്യം. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മോശ സംസാരിച്ചിട്ടില്ല, അബ്രഹാം സംസാരിച്ചിട്ടില്ല, ഏലിയാവ് സംസാരിച്ചിട്ടില്ല, ദാവീദ് സംസാരിച്ചിട്ടില്ല, യെശയ്യാവ് സംസാരിച്ചിട്ടില്ല, യിരെമ്യാവ് സംസാരിച്ചിട്ടില്ല. നമ്മുടെ പിതാക്കന്മാരോ ഇന്ന് സമൂഹത്തിലുള്ള പുരോഹിതന്മാരായ നിങ്ങളോ ആർക്കും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ സംസാരിക്കുന്ന ഒരു സംസാര ശൈലി ഞങ്ങൾ കേട്ടു. ആ വാക്കുകൾ ജീവൻ തരുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ സ്വസ്ഥത തരുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ ഉണർവുണ്ടാക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ ഏത് വ്യക്തിയുടെയും ജീവിതത്തെ പാപത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന വാക്കുകളാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുകയാണ്. കാരണം ഈ മനുഷ്യൻ്റെ വാക്കുകൾ സൃഷ്ടിപ്പിൻ്റെ വാക്കുകളാണ്. ഈ മനുഷ്യൻ്റെ വാക്കുകൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന വാക്കുകളാണ്. ഈ മനുഷ്യൻ്റെ വാക്കുകൾ അസാധാരണമാണ്. എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോവുക. അപ്പോൾ ആ പറഞ്ഞ മാത്രയിൽ 38 വർഷമായിട്ട് കിടപ്പ് രോഗിയായ ഒരു മനുഷ്യൻ, അവൻ ആ നിമിഷം എഴുന്നേൽക്കുകയാണ്. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഒരു കൂട്ടം പട്ടാളക്കാർ പറയുകയാണ്, ആ വാക്കുകളുടെ മുൻപിൽ ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും ചലിക്കാൻ കഴിയില്ല. കാരണം സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലത് അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല.
അവനിൽ ജീവനുണ്ട്, അവനിൽ വെളിച്ചമുണ്ട്, അവനിൽ സൗഖ്യമുണ്ട്, അവനിൽ സമാധാനമുണ്ട്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഞങ്ങൾക്കവനെ പിടിക്കാൻ കഴിയില്ല. ഞങ്ങളവനെ പിടിക്കാൻ അടുത്തു ചെന്നു. എന്നാൽ അവൻ്റെ വായിലെ വാക്കുകൾ ജനങ്ങൾക്ക് രൂപാന്തരം കൊണ്ടുവരും. അവൻ്റെ വായിലെ വാക്കുകൾ ജനങ്ങൾക്ക് സ്വസ്ഥത കൊണ്ടുവരും. അവൻ്റെ വായിലെ വാക്കുകൾ ജനങ്ങളെ മാറ്റിമറിക്കുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ ജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ ജീവിതത്തിൽ ഒരിക്കലും മറുപടിയില്ലാത്ത വിഷയത്തിന് മറുപടിയായി മാറുന്നു. അവൻ്റെ വാക്കുകൾ അസാധാരണമാണ്. അവൻ്റെ വാക്കുകൾ ഭൂതങ്ങളെ പുറത്താക്കും. അവൻ്റെ വാക്കുകൾ കൃപയും സത്യവുമാണ്. അവൻ്റെ വാക്കുകൾ ജീവനും സമാധാനവുമാണ്. അവൻ്റെ വാക്കുകൾ ശക്തിയുള്ളതാണ്. കാറ്റും കോളും പോലും അവനെ അനുസരിക്കുന്നു. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അവൻ കാറ്റിനോട് സംസാരിക്കുന്നു. അവൻ കടൽ തിരമാലകളോട് സംസാരിക്കുന്നു. അവൻ അത്തിയോട് സംസാരിക്കുന്നു. മലയോട് സംസാരിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അവൻ ഭൂതങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരാരും ഭൂതങ്ങളോട് സംസാരിച്ചിട്ടില്ല. അധികാരമുള്ളവനായി അവൻ സംസാരിക്കുമ്പോൾ ഭൂതങ്ങൾ അവന് കീഴടങ്ങുന്നു. നിലവിളിച്ചുകൊണ്ട് അവനെ വിട്ട് ഓടുന്നു. അവനൊരു വാക്ക് കൽപ്പിക്കുവാൻ ശതാധിപൻ കാത്തിരിക്കുന്നു. നീ എൻ്റെ പുരക്കകത്ത് പോലും വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. ദൈവം അയച്ചിട്ടൊരുവൻ വന്നിരിക്കുന്നതാണ്. അവൻ്റെ വാക്കുകൾ മുഴുവനും വലിയ സൗഖ്യമാണ്, വലിയ സ്വസ്ഥതയാണ്. അവൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ശിഷ്യൻ്റെ വള്ളത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത ഒരു വള്ളം നിറഞ്ഞ്, വള്ളവും നിറഞ്ഞു, വലയും നിറഞ്ഞു, അടുത്ത വള്ളത്തിലും നിറച്ചു. അവനൊരു വാക്ക് പറഞ്ഞതാണ്. അവനൊരു വാക്ക് പറയുമ്പോൾ വെറും 5 അപ്പം 5000 തിന്ന് തൃപ്തരായി ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുക്കുന്നു. അവൻ്റെ ഒരൊറ്റ വാക്ക് മതി കാര്യങ്ങൾ മാറി മറിയുവാൻ. അപ്പോൾ ഈ പട്ടാളക്കാർക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളെല്ലാം കുടുംബസ്ഥരാണ്, ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു ഡ്യൂട്ടിയിലാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവൻ സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരറിയണം, യേശുവിൻ്റെ വാക്കുകൾ ജീവനും സൗഖ്യവും സമാധാനവും ഉയർച്ചയും സമൃദ്ധിയുമാണ്. യേശുവിൻ്റെ വാക്കുകളിൽ കടന്ന് വിശ്വസിക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോകില്ല. എന്നാൽ ഈ പട്ടാളക്കാരെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ വഴക്ക് പറയുന്നുണ്ട്. എന്താണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങൾക്ക് തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? അവർ നോക്കുന്ന വലിയ വലിയ ആൾക്കാർ അവൻ്റെ കൂടെ ഉണ്ടോ? വലിയ വലിയ ആൾക്കാരില്ലല്ലോ. ഞങ്ങളൊക്കെ വലിയ പുള്ളികളല്ലേ, പ്രമാണികളാണ്, പരീശന്മാരാണ്, ഞങ്ങളൊക്കെ വേദപുസ്തകം നന്നായിട്ട് അറിയാവുന്നവരാണ്. എന്നാൽ ഈ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഈ പട്ടാളക്കാർക്ക് തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറഞ്ഞില്ല. കാരണം നിങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾക്ക് സ്വസ്ഥത പോവുകയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ശരിയായ റൂട്ടിലല്ല, അത് പറയാൻ പറ്റുമോ? എന്നാൽ ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും എന്ന് പറഞ്ഞാൽ അത് ആ കാലത്തെ 2 മഹാപുരോഹിതന്മാരുണ്ട്, കയ്യഫാവും ഹന്നാവും. അവർ രണ്ടുപേരെ ചങ്കിൽ കത്തി കയറുന്നത് പോലെയായി. പരീശന്മാർ ആ കാലത്ത് വളരെയധികം സംസാരിക്കുന്നവരാണ്, അവർ വലിയ ഉപദേഷ്ടാക്കളാണ്. എന്നാൽ അവരുടെ വാക്കുകളേക്കാൾ വലിയ വാക്കാണ് യേശുവിൻ്റെ വാക്ക്. അത് ജീവനുള്ള വാക്കാണ്, അത് സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരുന്ന വാക്കാണ് എന്ന് ഈ പട്ടാളക്കാർ ഒറ്റ വാക്കിൽ പറയാനിടയായി. ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. അതായത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, കർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും. ആ ശതാധിപൻ പറഞ്ഞതുപോലെ പറയുവാൻ ഇന്നത് കേൾക്കുന്ന എത്ര പേര് പറയും, കർത്താവേ നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ
എൻ്റെ കുടുംബം രക്ഷപ്പെടും. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ മാറും. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ഇല്ലാത്തതെല്ലാം എൻ്റെ വീട്ടിൽ വന്ന് കയറും. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീടിനകത്തുള്ള എല്ലാ രോഗങ്ങളും പുറത്തു പോകും. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിൽ വെളിച്ചം കൊണ്ട് നിറയും. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ഞാൻ അധികാരമുള്ളവനും അഭിഷേകമുള്ളവനും ദൈവത്തിനു വേണ്ടി ഏറ്റവും അധികം ഫലം കായ്ക്കുന്നവനുമായി മാറും. നിന്റെ വായിൽ ജീവനുണ്ട്, നിന്റെ വായിൽ സമൃദ്ധിയുണ്ട്, നിന്റെ വായിൽ ഐശ്വര്യമുണ്ട്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അത് ശതാധിപന് മനസ്സിലായി. എന്നാൽ ഈ പരീശന്മാർക്കും ഈ മഹാപുരോഹിതന്മാർക്കും അവർക്ക് പറയാനുള്ളത്, ഞങ്ങളാരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഞങ്ങളെപ്പോലെ വലിയ പുള്ളികൾ അവൻ്റെ കൂടെ ഉണ്ടോ? കുറേ മീൻപിടുത്തക്കാരല്ലേ. അങ്ങനെ യേശുവിനെ അവഹേളിക്കാൻ മാക്സിമം അവർ നോക്കുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാകുന്നു. ചേവകരെ വിളിച്ച പേരാണ്. ന്യായപ്രമാണം അറിയാത്ത നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ന്യായപ്രമാണം അറിയുക. ഇവർക്ക് ന്യായപ്രമാണം അറിയാം. എന്താണ്? കൊല്ലുന്ന പ്രമാണം അറിയാം. യേശുവിനോ ജീവിപ്പിക്കുന്ന പ്രമാണം അറിയാം. ന്യായപ്രമാണം അറിയാത്തവർ, ന്യായപ്രമാണത്തിൽ നിത്യജീവനുണ്ട്, ഇത് ഇവർക്ക് അറിയില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. യേശു ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നിത്യജീവനുണ്ട്. യേശു ന്യായപ്രമാണത്തിലെ നിത്യജീവനെ സ്വീകരിച്ചു. ഇവരോ ന്യായപ്രമാണത്തിലെ മരണത്തെ സ്വീകരിച്ചു. കൊല്ലുന്ന പ്രമാണം, കല്ലെറിയുന്ന പ്രമാണം, തൂക്കിലേറ്റുന്ന പ്രമാണം, മറ്റുള്ളവരെ അവഹേളിക്കുന്ന പ്രമാണം, വിമർശിക്കുന്ന പ്രമാണം. ഇതാണ് ഇവരുടെ അകത്തിൽ വേദപുസ്തകം വായിച്ചപ്പോൾ തിരിഞ്ഞത്. യേശു കർത്താവ് വേദപുസ്തകം വായിച്ചപ്പോൾ അതിനകത്തുള്ള ജീവനും സമാധാനവും യേശുവിലേക്ക് വന്നു. അക്ഷരം കൊള്ളുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. യേശു വായിച്ചതും പഠിച്ചതും യേശുവിൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് 12-ാം വയസ്സിൽ എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടതല്ലയോ? യേശു വേദപുസ്തകം വായിച്ചപ്പോൾ ഞാനും പിതാവും. ഇവർ വേദപുസ്തകം വായിച്ചപ്പോഴോ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും വേദപുസ്തകം വായിച്ചപ്പോൾ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. രണ്ട് കൂട്ടർക്ക് രണ്ട് രീതിയിലാണ് തിരിയുന്നത്. ഒന്നാമത്തെ കൂട്ടരായ ഈ പരീശന്മാർ ബൈബിൾ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, എങ്ങാണ്ടും വളരെ ദൂരെ 10 ലക്ഷം കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവർ കാണുന്നത്. എന്നാൽ യേശു വേദപുസ്തകം വായിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. ഞാൻ അവനിലാണ്, അവൻ എന്നിലാണ്. അവൻ എന്നെ ഏകനായി വിടുന്നില്ല. എൻ്റെ പിതാവിനുള്ളതിലാണ് ഞാൻ ഇരിക്കേണ്ടത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴയും അയക്കുന്ന ദൈവം. പരീശന്മാർക്ക് അങ്ങനെ തിരിയുന്നില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ വേദപുസ്തകം വായിച്ചാൽ, ക്രിസ്തുവിലൂടെ അല്ലാതെ വേദപുസ്തകം വായിച്ചാൽ എല്ലാം താറുമാറായിത്തീരും. യേശു ക്രിസ്തുവിൽ വായിക്കാൻ നാം പരിശീലിക്കും. പരിശുദ്ധാത്മാവിൽ വായിക്കാൻ നാം പരിശീലിക്കും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വേദപുസ്തകം വായിക്കുവാൻ, ക്രിസ്തുവിൽ വായിക്കുവാൻ, അഭിഷേകത്തിൽ വായിക്കുവാൻ, അതിനകത്തുള്ള ജീവനെ വലിച്ചൂറ്റി കുടിക്കുവാൻ. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അതിന് വേണ്ട ജീവനും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ നിറവും വലിച്ചൂറ്റി എടുക്കുന്നത് പോലെ വേദപുസ്തകം വായിക്കുന്നവർക്ക് അതിനകത്തുള്ള ആ നിയോഗങ്ങൾ, റീമ വാക്കുകൾ, വിശ്വാസത്തെ വലിച്ചൂറ്റിയെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ചിലർ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ചിലർക്കിത് ഭോഷത്വമാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്കിത് ദൈവശക്തിയാണ്. വ്യത്യസ്തമായി സംസാരിക്കും. ആര് സംസാരിക്കാത്തതുപോലെ ഞങ്ങൾക്ക് സംസാരിക്കും. നല്ലത് സംസാരിക്കും. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയത് സംസാരിപ്പാൻ ഞങ്ങളെ ഓരോ വ്യക്തികളെ ഞങ്ങളുടെ അഭിഷേകത്താൽ നിറയ്ക്കണം. കൃപ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ ആമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ആഴ്ചയിലുള്ള എല്ലാ വചനങ്ങളും കൂടുതൽ നമുക്ക് പ്രാപിക്കാൻ യേശു കൃപ തരട്ടെ.
നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.